ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൊഴുവാപ്പീരയാണ്. 1/2 കിലോ കൊഴുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും 3 പച്ചമുളക് ചതച്ചെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഒരു വെളുത്തുള്ളി എന്നിട്ട് നമുക്കൊന്ന് ചതയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 10-12 ചെറിയ ഉള്ളി കൂടി ചതച്ചെടുക്കാം. ഇതിലൂടെ നമുക്ക് 2-3 കുരുമുളക് കൂടി ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച സാധനങ്ങൾ നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് നമ്മൾ പച്ചമുളക് 3 ചേർത്തുകൊണ്ട് ഒത്തിരി എരിവ് ചേർക്കുന്നില്ല. കഴുകി വൃത്തിയാക്കിയ കുടംപുളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അതും ഇതിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. പിന്നെ ചിരകി വച്ചിരിക്കുന്ന നാളികേരം, അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി നമുക്ക്, ഒത്തിരി വെള്ളം വേണ്ട, മീൻ വേകാനുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിനി സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെക്കാം. സ്റ്റൗ കത്തിച്ച് നമ്മുടെ മീൻകൂട്ട് ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കൊഴുവാപ്പീര റെഡിയായി. നമുക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.